മറയൂർ കാന്തല്ലൂരിലെ കാട്ടാന ദൗത്യം ഇന്നും തുടരും. 7 ആനകളെ തുരത്തി ചിന്നാർ വന്യജീവി സങ്കേതത്തിനടുത്ത് എത്തിച്ചു. ഇവിടെ നിന്ന് ഉൾവനത്തിലേക്ക് തുരത്താനാണ് ശ്രമം. വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നു. ജെയിൻ, ആനകളെ തുരത്തി ഓടിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയോ? കൃഷിനാശം വ്യാപകമായി ഉണ്ടാക്കിയോ? ഇനി ഉൾവനത്തിലേക്ക് തുരത്താൻ ഏത് തരത്തിലാണ് ശ്രമങ്ങൾ നടക്കുക? ഇവിടെയുണ്ടോ? ആനയുണ്ടോ? താഴെയുണ്ടോ? മോത്തി, ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 8ഓളം കാട്ടാനകളെയാണ് ഈ ജനവാസ മേഖലയിൽ വനംവകുപ്പ് ട്രാക്ക് ചെയ്തത്. അതിൽ 7 എണ്ണത്തിനെ ഘട്ടം ഘട്ടമായി ഓടിച്ച് ചിന്നാർ വന്യജീവി സങ്കേതത്തിന് സമീപത്ത് വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഉൾവനത്തിലേക്ക് ഓടിക്കുകയാണ് ചെയ്യേണ്ടത്. രാവിലെ 10 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ദൗത്യം ആരംഭിക്കും. പരമാവധി ഉച്ചയ്ക്ക് ശേഷം ആനകളെ ഓടിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. കാരണം ഈ സമയത്താണ് കൂടുതൽ ദൂരത്തേക്ക് ആനകൾ ഭയപ്പെടുത്തുമ്പോൾ ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഉചിതമായിട്ടുള്ള സമയം ഉച്ചയ്ക്ക് ശേഷമാണ് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു കണ്ടെത്തൽ. പക്ഷേ അനുയോജ്യമായ ഒരു സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഈ ദൗത്യം ആരംഭിക്കും. ഇപ്പോൾ 7 ആനകളെയാണ് ഇപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതത്തിന് സമീപത്ത് എത്തിച്ചിരിക്കുന്നത്. മറ്റ് ആനകൾ ഈ ഭാഗങ്ങൾ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. രാവിലെയൊക്കെ കർഷകർ പടക്കം പൊട്ടിച്ചും മറ്റും ആനകളെ ഓടിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ദൗത്യം ആരംഭിക്കും. പരമാവധി ഇന്ന് തന്നെ ഇത് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ മേഖലയിൽ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള നാശനഷ്ടം കാട്ടാന ശല്യം മൂലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പകൽ സമയത്ത് പോലും നമുക്ക് ചെന്നാൽ ആനകൾ റോട്ടിലൂടെയും മറ്റും നടക്കുന്നത് കാണാവുന്ന തരത്തിൽ അത്രത്തോളം രൂക്ഷമാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് വലിയ ജനകീയ സമരം ഇവിടെ ഉണ്ടായത്. ആ ജനകീയ സമരത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. ദൗത്യം ഇത് 2ാം ദിവസമാണ്. ഇന്ന് പൂർണ്ണമായി പ്രശ്നക്കാരായിട്ടുള്ള കാട്ടാനകളെ, ഇതിൽ 3 കൊമ്പന്മാരുണ്ട്. ആ 3 കൊമ്പന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവ ഒരുമിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ കൂട്ടം മാറിപ്പോകുമെങ്കിലും ഏതാണ്ട് പകുതിയിലധികം സമയവും ഇവ ഒരുമിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെയൊക്കെ ആനകളെ ഓടിച്ചതിന് ശേഷം ആനകൾ മടങ്ങിപ്പോകാതെ അത് തിരിച്ച് ഈ പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നതൊക്കെ കാണാമായിരുന്നു. അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ദൗത്യമാണ്. രാത്രി ഏതാണ്ട് 10 മണി വരെ ഇതുപോലെ നിരന്തരമായി ജനവാസ മേഖലയിലേക്ക് എത്തുക, റോഡിലൂടെയൊക്കെ ആനകൾ ഇങ്ങനെ എപ്പോഴും കടന്നു പോവുക തുടങ്ങിയ കാര്യങ്ങൾ എത്രത്തോളം ഭീതി ഉണ്ടാക്കുന്നതാണ് എന്ന് അവിടെ ഉള്ള തദ്ദേശവാസികൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമുക്കിത് വാക്കാൽ പറയാമെങ്കിലും അത് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക.